കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യ ഭരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ നെഹ്റുവാണ്. നെഹ്റു ഒന്നും ഇന്ത്യൻ ആയിരുന്നില്ല. നെഹ്റുവിൻ്റെ ഐഡിയോളജി ഫോറിൻ ആയിരുന്നു, കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു നെഹ്റു. അതിൻ്റെ ചൂട് പിടിച്ചാണ് ഇന്ദിര ഭരിച്ചത്. നിങ്ങൾ നോക്കൂ, ഇന്ത്യക്ക് ഒരു 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 ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ഉണ്ടാകുന്നത് എപ്പോഴും നമ്മുടെ പൊളിറ്റിക്സിന്. എന്റെ പഠനവും ഞാൻ വളർന്നതൊക്കെ എന്റെ അമ്മാവന്റെ വീട്ടിൽ നിന്നാ. ഓരോ വിശേഷ ദിവസങ്ങളിൽ വരുന്ന വിഷുവിനും ഓണത്തിനും സംക്രാന്തിക്കും ഒക്കെ വരുന്ന അങ്ങനെ കാണണം. അവിടെ വരുന്നത് ഒരു 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 നല്ല ഒരു മാറ്റം ഉണ്ടാകുന്നു. സത്യത്തിൽ നരസിംഹറാവു അയോധ്യയുടെ പ്രശ്നം തുടങ്ങിയിട്ട് 1800 വർഷമായിരുന്നു. അല്ല, ഈ ബാബറി മസ്ജിദ് ഉൾപ്പെടെ അല്ലല്ലോ, രാജീവിന്റെ കാലത്തുണ്ടായില്ലേ. കറക്കക്കെട്ടടം തകർന്നത് ആ സമയത്തായിരിക്കും. വിദ്യാഭ്യാസം വിവരമൊക്കെ ഉണ്ടോ നിനക്ക്? നിനക്ക് സാറിന് അറിയാത്തോണ്ടാ എന്റെ ചെറുപ്പകാലം അവിടെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഫിനാൻഷ്യൽ, നമ്മുടെ ഇക്കണോമിക്കൽ, നമ്മുടെ സാമ്പത്തിക രംഗത്തിന്റെ അവസ്ഥയാണ്. ഇന്ത്യയിൽ ആഗോളവൽക്കരണം നടക്കുന്നു, ഗ്ലോബലൈസേഷൻ വരുന്നു, ലിബറലൈസേഷൻ നടപ്പാക്കുന്നു. അതല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താകുമായിരുന്നു? നിങ്ങൾ നോക്കൂ, നെഹ്റു നടപ്പാക്കിയ ഇന്ത്യയെ നന്നാക്കാൻ നെഹ്റുവിൻ്റെ ഏക ഐഡിയ എന്തായിരുന്നു അറിയോ? പഞ്ചവത്സര പദ്ധതികളായിരുന്നു. നരേന്ദ്രമോദി വന്നപ്പോൾ ആദ്യം ചെയ്തെടുത്ത് തോട്ടിക്കളയായത് പഞ്ചവത്സര പദ്ധതി എന്നുള്ള സ്റ്റാലിൻ്റെ ഐഡിയയാണ്. സോവിയറ്റ് യൂണിയൻ നടപ്പാക്കി പരാജയപ്പെട്ട ഐഡിയയാണ് പഞ്ചവത്സര പദ്ധതി. വളർത്തിയത് എനിക്ക് ആരും സ്നേഹം തന്നിട്ടില്ല സാറേ. സത്യം പറഞ്ഞ എല്ലായിടവും ഞാൻ ഒറ്റയ്ക്കായിരുന്നു സാറേ. അതിനെ ഇവിടേക്ക് എടുത്തുള്ളൂ പറയുന്നത് മീഡിയം ലെവൽ വ്യവസായത്തിലേക്ക് തിരിയുന്നു. അപ്പൊ കൃഷി വെള്ളത്തിൽ പോയി. സമ്മാന പൊതുകളിലായിരുന്നു എന്റെ പ്രതീക്ഷ. ഇങ്ങനെ 5 വർഷം തട്ടിക്കളിച്ച് ഓരോ 5 വർഷം ഓരോ പദ്ധതി ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി കുറെ പൈസ ചെലവാക്കുന്നു, അതവിടെ കളയുന്നു, അടുത്ത 5 വർഷം പുറകിന് പോകുന്നു. ഇതൊരു ഫോക്കസ്ഡ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഗാന്ധി അടക്കമുള്ളവർ പറഞ്ഞില്ലേ, ഇന്ത്യക്ക് വേണ്ടത് സ്വദേശിയാണ്. ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക നയം ആവിഷ്കരിക്കണം. ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ പോകൂ. ഗാന്ധി അതുകൊണ്ടാണല്ലോ പറഞ്ഞത്.